ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി വെക്കാം. നമുക്ക് ഈ ഭൂമിയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് നമുക്ക് തോന്നിപ്പോവും. പ്രകൃതി രമണീയമായ ഈ കാഴ്ചകൾ കണ്ട് കുറച്ചു നേരം നടക്കാം. ഹായ്, ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ നല്ല മഴയാണ് കേട്ടോ. അടിപൊളി മഴ പുറത്ത് പെയ്തും കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കാം അല്ലേ. അപ്പോൾ ഇന്ന് ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ ജോലി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഇന്നലെ രാത്രി കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഉപ്പും ചേർത്ത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് മസാലയൊക്കെ ആക്കി ഇടുന്നുണ്ട്. എന്താ പറയുക, നല്ലൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. എല്ലാ ദിവസവും നമുക്ക് നല്ലത് തന്നെയാണ്. എങ്കിലും ചില ദിവസങ്ങൾ ഒന്നും കൂടി നമുക്കൊരു സന്തോഷം തരൂല്ലേ. അപ്പോൾ കുറച്ച് ജോലികളൊക്കെ കൂടുതലുണ്ടെങ്കിൽ ടെൻഷൻ വരാതിരിക്കാൻ നമ്മൾ മാക്സിമം നോക്കണം കേട്ടോ. ടെൻഷൻ അടിച്ചാൽ ഒരു ജോലിയും പെട്ടെന്ന് ശരിയാവില്ല. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെ ഓരോ ജോലിയും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഏത് ഭാഗത്താണ് ടെൻഷൻ വരിക, എന്തിനാണ് ടെൻഷൻ വരിക എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും ജീവിതശൈലി ഓരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പോൾ ആ ടെൻഷനെ നമ്മളെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും പെട്ടെന്ന് മാറ്റിയെടുത്താൽ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാനും നല്ല പ്രസരിപ്പ് വരാനും ശരിക്കും ടെൻഷൻ മാറ്റിയെടുക്കണം. അത് നമ്മൾ തന്നെ മാറ്റിയെടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഫുള്ളും ക്ലീനായിട്ടോ. എന്താ പറയുക, ഗാർഡനിലൂടെ നടക്കുമ്പോൾ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും വരാതിരിക്കാൻ തന്നെ മാക്സിമം നോക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്പർ 1 എനിക്ക് തോന്നുന്നത് ഗാർഡൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ കുറച്ചിങ്ങനെ നടന്ന് അതിലെ ഓരോ എന്താ പറയുക കരിയിലയും ചെറിയ പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് ഇങ്ങനെ നടക്കും കേട്ടോ. ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ നമുക്ക് പാടാം കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം ഇങ്ങനെ കുറച്ച് ശബ്ദത്തോടെ പാടണമെങ്കിൽ അങ്ങനെ പാടാം. അതില്ലെങ്കിൽ മനസ്സിലാണെങ്കിലും ആ ഒരു നല്ല ഫീലോടുകൂടെ തന്നെ നമ്മൾ ഇങ്ങനെ നടന്നു പോകണം കേട്ടോ. കാരണം നമ്മളെ ഉള്ളിലേക്കുള്ള ടെൻഷൻ മാറ്റാൻ നമ്മൾ തന്നെ മാറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മളെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നന്നായി കരിയില കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കരിയില ഒരുപാട് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. മുറ്റത്തൊക്കെ ഫുൾ കരിയില കിടക്കുമ്പോൾ വിഷമം വരുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. മുറ്റം നിറയെ കരിയില അടിച്ചു വാരണ്ടേന്നൊക്കെ തോന്നാറുണ്ട്. പക്ഷേ എനിക്കത് ഇല്ല കേട്ടോ. കാരണം അത്രയും കരിയില നമുക്ക് ഓരോ ചെടികൾക്ക് വേണ്ടി കിട്ടുകയാണ്. അപ്പോൾ നമ്മളെ നന്മ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ തൈയാണ് കേട്ടോ ഇത് അരിനെല്ലിക്കയാണോ അതോ എന്താ പറയുക ഓർക്കാപ്പുളി എന്നൊക്കെ പറയില്ലേ, ഇരുമ്പാമ്പുളി, അതാണോന്നൊന്നും അറിയില്ല. ഏകദേശം ഒരേപോലെ തോന്നണം കേട്ടോ. എങ്കിലും അതൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. കുറച്ച് മണ്ണും മണലൊക്കെ ചേർന്നൊരു ഭാഗമാണ് കേട്ടോ. ഇവിടെ കുറച്ച് മണൽ കൊണ്ടുപോയിട്ട് ഇരുന്നു. അപ്പോൾ അതൊക്കെ മണ്ണോട് ചേർന്നിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്ത് തന്നെ കുഴിച്ചിടുന്നത്.
ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്ക് വിരിച്ചിട്ടായിരുന്നു മണലൊക്കെ കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വലിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് തന്നെ കുഴിച്ചിട്ട് കേട്ടോ. ഇനി എന്താ പറയുക, പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കൊക്കെ വലിച്ചെടുക്കണം. അപ്പോൾ മണ്ണിൽ അതൊന്നും കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കുറച്ച് വലിച്ച് നോക്കിയിട്ട് കിട്ടണില്ല. അപ്പോൾ അതൊന്ന് നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെ വലിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ അടുത്തും വേറെ തൈകളൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കുറച്ച് തൈകളും വേര് പിടിപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നന്നായി കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചുകൂടെ കരിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾക്കൊക്കെ ലീഫ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായി വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മാറ്റി നടണം. ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. നല്ല റെഡ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. അതുപോലെ തന്നെ അധികവും ചാക്കിലാണ് നടാറ് കേട്ടോ. നമ്മൾ കരിയിലേക്ക് ഉപയോഗിച്ച്. ഇത് ചീരച്ചേമ്പാണ്. ചേമ്പൊക്കെ നന്നായി വളർന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് പൂവ നട്ടിരിക്കുന്ന ബക്കറ്റിലാണ് കേട്ടോ, കരിയിലൊക്കെ ചേർത്തിട്ട്. അതുപോലെ കേടുവന്ന ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ചാക്കിലും ബക്കറ്റിലൊക്കെ നട്ടു കൊടുക്കുക. പെരിച്ചാഴിയൊന്നും വലിയ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ചെങ്ങണപ്പുല്ല്, കാപ്പി കാച്ചിന ചെങ്ങണപ്പുല്ലാണിത്. അതും അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ശർക്കരയും അതുപോലെ ഇഞ്ചിയും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലിങ്ങനെ നട്ടു കൊടുക്കുകയാണെങ്കിൽ പുറത്തൊന്നും പോയി എടുത്തു കൊണ്ട് വരണ്ട. പിന്നെ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കൊരുപാട് പ്രാർത്ഥിക്കാനുള്ളൊരു മനസ്സും കൂടെ വരും കേട്ടോ. കാരണം ഇത്രയും ഭംഗിയിലും ഇത്രയും സൗകര്യം നമുക്ക് ഒരുക്കി തന്ന ദൈവത്തോട് നമ്മൾ നന്ദി പറയാതെ ഇരിക്കാൻ നമുക്ക് കഴിയില്ല കേട്ടോ. ഇത്രയും ഓരോ പൂവിൻ്റെ അടുത്ത് വരുമ്പോഴും ചെടിയുടെ അടുത്ത് വരുമ്പോഴൊക്കെ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. നമ്മളെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ ഇങ്ങനെ തരുന്നത് ആ ഒരു എന്താ പറയുക, ഇതൊക്കെ വെറുതെ ഉണ്ടായതല്ലല്ലോ. ഇതൊക്കെ നമുക്കായി ഒരുക്കി തന്ന ഒരാളുണ്ടല്ലോ. അതൊക്കെ ഓർത്ത് നന്നായി ദൈവത്തോട് പ്രാർത്ഥിക്കാനും നമുക്ക് തോന്നിട്ടോ. വീട്ടുമുറ്റത്ത് കുറേ ചെടികൾ എന്നൊക്കെയുള്ളൊരു സ്വപ്നമായിരുന്നു എനിക്ക് കേട്ടോ. വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ മുറ്റത്ത് കുറേ ചെടികൾ കുഴിച്ചിടാം എന്നൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വളർന്നു വരുന്നൊരു സ്വപ്നമായിരുന്നു പൂക്കളും അതുപോലെ കുറേ ചെടികളും. പിന്നെ നമ്മളെ പ്രകൃതിയോട് എത്രത്തോളം ഇണങ്ങി ചേർന്ന് നമ്മൾ ജീവിക്കുന്നുണ്ടോ അത്രയും ഹാപ്പിനെസ് നമുക്ക് തരും കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, ഇതിൽ നിന്ന് നമ്മൾ ഓരോ തൈ വെച്ചാലും അതിൽ നിന്ന് പഴങ്ങളും പൂക്കളും ഒക്കെ ഓരോ ജീവികൾക്കൊക്കെ ഉപകാരപ്രദമായാൽ ആ ഒരു ഇതും കൂടി ദൈവത്തിൽ നിന്ന് നമുക്ക് തീർച്ചയായും കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.